നമസ്കാരം. ഈ മലയാളത്തിലേക്ക് സ്വാഗതം. 4 ദിവസത്തിന് ശേഷം ഇന്ത്യൻ വിപണി നേട്ടത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. നിഫ്റ്റി സൂചികയുടെ 25,950 നിലവാരത്തിലേക്കും തിരിച്ചെത്തി. സെൻസെക്സിൽ 450ഓളം പോയിന്റ് മുന്നേറ്റം ഇന്ന് കാണാനായി. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇന്ന് വിപണിയിൽ നേട്ടമുണ്ടായത്, അടുത്ത ആഴ്ച വീണ്ടുമുള്ള സാധ്യതകൾ എന്തൊക്കെ, നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ അതൊക്കെ, ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വെള്ളിയാഴ്ച പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു മികച്ച നേട്ടത്തോടെ തുടക്കം കാണാനായി. പിന്നെ അതിലൊരു നേരിയ ചാഞ്ചാട്ടം, അവിടെ ഒരു ഡേ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. തുടർന്ന് വീണ്ടും ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലേക്ക് വരുന്നു. നേട്ടം വർദ്ധിപ്പിച്ച് സൂചികൾ മുന്നേറുന്നു കണ്ടു. തുടർന്നൊരു പിന്നീടുള്ള സെഷനിൽ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒരു നേരിയ നാരോ റേഞ്ചിനുള്ളിലായിരുന്നു, ട്രേഡിംഗ് റേഞ്ചിനുള്ളിലായിരുന്നു പ്രധാനപ്പെട്ട ഓഹരി സൂചികൾ തങ്ങിയെന്ന് നമുക്ക് കാണാൻ കഴിയും. തൊട്ടുമുന്നിലൊരു വമ്പൻ പ്രതിരോധം മറികടക്കാൻ പലതവണ സൈക്കോളജിക്കൽ മാർക്ക് മറികടക്കാൻ ശ്രമിക്കും നമ്മൾ കണ്ടു. പക്ഷേ അതിലോട്ട് എത്തിയില്ലെങ്കിൽ പോലും പല വട്ടം ആ ശ്രമം നടക്കുകയും 0.5%-ലേറെയുള്ള നേട്ടം കരസ്ഥമാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ഓരോ സൂചികൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെ 4 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചടികൾക്ക് ശേഷം വിപണി നേട്ടത്തിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ വെള്ളിയാഴ്ച വ്യാപാരത്തിലൂടെ നോക്കുമ്പോൾ സെൻസെക്സ് 448 പോയിന്റ് നേട്ടത്തോടെ, അല്ലെങ്കിൽ 0.53%, 0.5%-ലേറെയുള്ള നേട്ടത്തോടെ 84,929 എന്ന നിലവാരത്തിലും, നിഫ്റ്റി സൂചികയായിട്ട് 151 പോയിന്റ്, അല്ലെങ്കിൽ 0.58, 0.5%-ലേറെയുള്ള നേട്ടം കരസ്ഥമാക്കി 25,966 എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി. അപ്പം വെള്ളിയാഴ്ചത്തോടെ ഈ ഒരാഴ്ച ക്ലോസിംഗ് ഈ ആഴ്ചയും പൂർത്തിയാകുന്ന ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട സൂചികൾക്ക്, ഓരോ സൂചികൾക്ക് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡിസസിന് നേട്ടമുണ്ടെങ്കിൽ പോലും ആഴ്ച കാലയളവിൽ നോക്കുമ്പോൾ നെഗറ്റീവിലാണ്. നിഫ്റ്റി 0.5% ഡൗൺ ആണ്. സെൻസെക്സ് 0.4, 0.5%-ലേറെയുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിയാണ് ഈ ഒരു വ്യാപാരാഴ്ച ക്ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നേട്ടത്തിൽ തന്നെയാണ്. അത് വെള്ളിയാഴ്ചത്തെ ഒരു നേട്ടം കൊണ്ടാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിന് ഇന്നത്തെ ഈ ഒരു ആഴ്ചയിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. സെക്ടർ ആയിട്ട് നോക്കും, PSU ബാങ്കുകൾക്കാണ് ഈ ഒരാഴ്ച ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാനായിട്ടുള്ളത്. സെക്ടറിൻ്റെ അവരുടെ സെക്ടർ സൂചിയെ നോക്കുകയാണെങ്കിലും നിഫ്റ്റി PSU ബാങ്ക് നോക്കിയിട്ട് 1.5%-ലേറെ നേട്ടം ഈ ഒരു വ്യാപാരാഴ്ചയിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായ ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ശ്രീറാം ഫിനാൻസ്, മാക്സ് ഹെൽത്ത് കെയർ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ബെൽ അല്ലെങ്കിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ടാറ്റ മോട്ടോഴ്സ്, പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയവയാണ് നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ, നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ നേട്ടമുണ്ടാക്കിയത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ HCL ടെക്നോളജീസ്, അദാനി എൻ്റർപ്രൈസസ്, ഹിൻഡാൽകോ, JSW Steel, കൊടാക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ തിരിച്ചടി നേരിട്ടത്. ബാങ്ക് നിഫ്റ്റി എന്ന് നോക്കുകയാണെങ്കിൽ 448 പോയിന്റ്, അല്ലെങ്കിൽ 0.53%, അല്ലെങ്കിൽ 0.5%-ലേറെയുള്ള നേട്ടം കരസ്ഥമാക്കി ആണ് ഇന്നൊരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇന്നൊരു മുന്നേറ്റം എന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് പ്രധാനമായിട്ടും ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയാണ്. ഒന്ന് US നിന്നും കഴിഞ്ഞ ദിവസം വന്ന ഇൻഫ്ലേഷൻ ഡാറ്റ പ്രതീക്ഷിച്ചതിനെക്കാട്ടും താഴെ നിലവാരത്തിൽ വന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന അടുത്ത FOMC അല്ലെങ്കിൽ US ഫെഡറൽ റിസർവ്, അമേരിക്കൻ കേന്ദ്ര ബാങ്ക് US ഫെഡറൽ റിസർവിൻ്റെ FOMC യോഗങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ളൊരു സാധ്യത ഉരുത്തിരിഞ്ഞതാണ് ഒരു വിപണിയിലൊരു മുന്നേറ്റത്തിന് ഘടകമായിട്ടുള്ളത്. അപ്പോൾ ഒരു CME ഫെഡ് ബാച്ച് ടൂൾ അല്ലെങ്കിൽ ഫെഡ് റിസർവിൻ്റെ അടുത്ത FOMC യോഗങ്ങളിൽ, മാർച്ച് യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയെ പറ്റിയുള്ളൊരു അഭിപ്രായ സർവേ അവിടുത്തെ US എക്കണോമിസ്റ്റുകളുടെ നോക്കുന്നൊരു CME ഫെഡ് ബാച്ച് ടൂൾ എന്നൊരു അഭിപ്രായ സർവേയിൽ 58% പേരും മാർച്ചിലൊരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു നിഗമനം രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നവംബറിൽ 3%-ലായിരിക്കും ഇൻഫ്ലേഷൻ പ്രഖ്യാപിച്ചിട്ടാണ് 2.6-ൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രതീക്ഷയിലും താഴ്ന്നതായതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇൻഫ്ലേഷനിൽ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ 3 മാസങ്ങളിൽ വർദ്ധനവ് കാണിച്ചിരുന്നൊരു താഴേക്ക് പോകുന്നൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് വിപണി എടുത്തത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം 41 ദിവസത്തെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ, US ഒരു ഭരണസമരം ഉണ്ടായതിന് ഇടവേളയിൽ വന്നിരിക്കുന്ന ഒരു ഡാറ്റ കൂടിയാണ്. അപ്പോൾ അതും കൂടി ഡിസ്കൗണ്ട് ചെയ്യേണ്ടെന്നുള്ളൊരു മറുവാദവുമുണ്ട്. എന്തായാലും നിലവിൽ പ്രതീക്ഷയിലും താഴ്ന്ന നിലവാരത്തിൽ വന്ന US ഇൻഫ്ലേഷൻ്റെ ഡാറ്റയെ വിപണി പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫെഡ് റിസർവിൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയിൽ പലിശ നിരക്ക് താഴുമെന്നുള്ള പ്രതീക്ഷയാണ് വിപണിയെ മുന്നോട്ട് നയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളും ഇന്ന് തുടക്കത്തിൽ റാലി ചെയ്യുകയായിരുന്നു. US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് നോട്ടിലാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന വേളയിൽ പോസിറ്റീവിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ രണ്ടാമതൊരു ഫാക്ടറായിട്ട് ആഗോള വിപണികളും ഒരു നേട്ടത്തിൽ നിന്നിരുന്ന് ഇന്ത്യൻ വിപണിയെ സാധിച്ചിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ മൂന്നാമതൊരു ഘടകം എന്ന് പറയുന്നത് FIIs, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വീണ്ടും വാങ്ങുന്നതിലോട്ട് എത്തിയതാണ്. അപ്പോൾ തുടർച്ചയായ 3ാമത്തെ ദിവസവും ഒരു ഇന്ത്യൻ ഓഹരികൾ വാങ്ങിയതായിട്ടാണ് വിദേശ നിക്ഷേപകരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുമ്പോൾ കാണാനാകുന്നത്. ഇപ്പോൾ ഡിസംബർ 19 അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2388 കോടിയുടെ ഓഹരികൾ, അത്രയും മൂല്യമുള്ള ഓഹരികൾ വാങ്ങിയതായിട്ടാണ് NSE ക്യാഷ് സെഗ്മെൻറ്റിലെ ഡാറ്റ കാണുന്നത്. തുടർച്ചയായ 3ാം ദിവസമാണ് FIIs വാങ്ങുന്നത്. അതിന് മുന്നേയുള്ള 14 ട്രേഡിംഗ് സെഷൻസിലും FIIs സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനായിട്ടാണ് ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന്
അതിൻ്റെ തലേദിവസം കൂടെ നോക്കുകയാണെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് ഈ 3 ദിവസങ്ങളായിട്ട് ഇപ്പം FIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു ബൈങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ഘടകമാണ്. മറിച്ച് നോക്കുകയാണെങ്കിൽ FIs വാങ്ങിയതിനേക്കാൾ ഇരട്ടിയിലേറെ ഒരു മൂല്യത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വാങ്ങിയിട്ടുള്ളത് കാരണം. ഇപ്പം ഇന്ന് NSEയിലെ ക്യാഷ് സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 5201 കോടിയുടെ ഒരു വാങ്ങൽ നടത്തിയായിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽസ് ഒരു വാങ്ങൽ സൈഡിലോട്ട് എത്തിയത് വിപണി സ്റ്റെബിലിറ്റി നൽകുന്ന ഘടകമാണ്, മുന്നേറ്റത്തിനുള്ള ട്രിഗർ നൽകുന്നൊരു ഘടകവുമാണ്. അപ്പം പിന്നെ നല്ല നോക്കുകയാണെങ്കിൽ റുപ്പി ഒരു കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് സ്ട്രെങ്ത് ചെയ്യുന്നതിൻ്റെ ഒരു US ഡോളറിനെതിരായ ഒരു ഇന്ത്യൻ കറൻസിയായ രൂപയുടെ വിനിമയം നിരക്ക് ഒരു ശക്തി പ്രാപിക്കുന്ന അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നത് വിനിമയ നിരക്ക് മെച്ചപ്പെടുത്തുന്നത് ഇന്ത്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായി കാണാം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം 90.25 ഓപ്പൺ ചെയ്തെങ്കിൽ US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 90.25 നിലവാരത്തിലാണ് ഓപ്പൺ ചെയ്തെങ്കിൽ ഇന്ന് 90.15 എന്ന നിലവാരത്തിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം നോക്കുന്നതിനിടയിൽ 1% ഒരു അപ്രീസിയേഷൻ US ഡോളറിനെതിരായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലൂംബെർഗ് ഡാറ്റ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ എന്തായാലും US ഡോളറിനെതിരായിട്ട് രൂപയുടെ ഒരു വിനിമയം നിരക്ക് മെച്ചപ്പെടുന്നത് ഇന്ത്യൻ വിപണിക്ക് ഒരു പോസിറ്റീവ് ഘടകമാണ്. അപ്പോൾ ഈ 4 ഘടകങ്ങളാണ്. അപ്പോൾ US പ്രതീക്ഷയിലും താഴെ നിലവാരത്തിൽ ഇൻഫ്ലേഷൻ എത്തിയോടെ വീണ്ടും പലിശ നിരക്കുകൾ US കുറയുമെന്ന പ്രതീക്ഷ, അതിനകത്തുണ്ടായ ആഗോള വിപണികളിലെ ഒരു മുന്നേറ്റം, മൂന്നാമതായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് വീണ്ടും വാങ്ങി തുടങ്ങിയത്, തുടർച്ചയായി 3-ാമത്തെ ദിവസം വാങ്ങിയത്, നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഒരു വിനിമയ നിരക്ക് മെച്ചപ്പെടുത്തി. ഈ 4 ഘടകങ്ങളാണ് ഇന്നൊരു വിപണിയെ മുന്നോട്ട് നയിച്ചെന്ന് കാണാം. ഈ ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കും ബെഞ്ച് മാർക്ക് ഇൻഡീസസിനെക്കാട്ടിൽ അടിസ്ഥാന ഒരു സൂചിയിലെക്കാട്ടും മെച്ചപ്പെട്ട ഒരു പ്രകടനം നടത്തിയിട്ടുള്ളതായി കാണാം. NSEയിൽ ഇന്ന് 3015 ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് 2184 ഓഹരികളാണ്. നഷ്ടം രേഖപ്പെടുത്തിയത് 939 ഓഹരികൾ. അതായത് ഓരോ ഓഹരി നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ മറിച്ച് 2 ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്ന് കാണാം. മാർക്കറ്റ് ബെഡ്ത്ത് പോസിറ്റീവ് വരുന്ന കാണാം. ഇന്ന് 52 വീക്ക് ഹൈ ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയത് 50 ഓഹരികളാണ്. JK ടയർ ഇൻഡസ്ട്രീസ് ഉണ്ട്, ശ്രീറാം ഫിനാൻസ്, ലോറസ് ലാബ്, IDFC ഫസ്റ്റ് ബാങ്ക്, അശോക് ലേലാൻഡ്, ടൈറ്റൻ കമ്പനി, ഇത് ഫെഡറൽ ബാങ്ക്, ഒരു കേരള സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഇങ്ങനത്തെ ഒരു 8 സ്റ്റോക്കുകളും ഇന്നത്തെ ഒരു 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് പുതിയ ഉയർന്ന നിലവാരം കുറിച്ച ഓഹരികളുടെ പട്ടികയിലുണ്ട്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ 124 ഓഹരികൾ 52 വീക്കിലോ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്കും വീണ് പോയതായി കാണാം. ഇനി നിഫ്റ്റി 500 സൂചി നോക്കുകയാണെങ്കിൽ അതായത് NSEയിൽ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചിയായ നിഫ്റ്റി 500 സൂചി ഇൻഡിസസ് നോക്കുകയാണെങ്കിൽ 0.7 നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല നിഫ്റ്റി 500 സൂചികൾ 500 ഓഹരികളുടെ കൂട്ടത്തിൽ 383 ഓഹരികളും നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്രോസ് സെക്ടർ ആ ഒരു മാർക്കറ്റ് ബെഡ്ത്ത് പോസിറ്റീവ് ആയിരുന്നു കാണാം. നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചിയായിട്ട് 1.5% നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചിയായിട്ട് 1.5%-ലേറെയുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ വിക്സ് സൂചിക മാർക്കറ്റിൽ വോൾട്ടാലിറ്റിനെ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിന് തോത് ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചി നോക്കുകയാണെങ്കിൽ 1.5% താഴ്ന്ന് 9.52 9.52 നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിക്സ് അല്ലെങ്കിൽ വോൾട്ടാലിറ്റി ഇൻഡെക്സ് താഴുന്നത് മാർക്കറ്റിൽ ഒരു മുന്നോട്ടൊരു ലോവർ വോൾട്ടാലിറ്റി ഉള്ളൂ, വലിയ സ്വിങ്സ് ഇല്ല. അപ്പോൾ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു തോതിലെ ഒരു ടൈറ്റർ ബാൻഡിലായിരിക്കും, ഒരു നേരിയ തോതിൽ ട്രേഡ് റേഞ്ചിലായിരിക്കും വിപണി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. എന്തായാലും ഇന്ത്യ വിക്സ് താഴുന്നതും വിപണിയുടെ സെൻറ്റിമെൻറ്റ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു ഘടകം തന്നെയാണ്, ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. ഇനി സെക്ടറൽ സൂചികൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു NSEയുടെ പ്രധാനപ്പെട്ട എല്ലാ സെക്ടറൽ ഇൻഡീസസും നേട്ടത്തിലായിരുന്നു. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നിവ 1%-ലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1%-ഓളം നേട്ടവും രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഇനി വിപണിയിൽ എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കാണാം, ഒരു ഗ്യാപ്പ് അപ്പ് സ്റ്റാർട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഒരു ചെറിയൊരു വോൾട്ടൈൽ ആയിട്ടുള്ള സെഷൻ, അതിനുശേഷം മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ 25,993 ഇന്നത്തെ ഒരു ഹൈ, 25,850, അതിൻ്റെ ഇടയിൽ ഒരു ബാൻഡിൽ ഒരു സൈഡ് വേസ് ഇതാണ് മൂവ്മെൻറ്റാണ് കാണാനായത്. അപ്പോൾ എന്തായാലും നിഫ്റ്റിയുടെ 50-യുടെ എക്സ്പോണൻഷ്യൽ മൂവിങ് അവരുടെ നിലവാരത്തിൽ നിന്നാണ് നിഫ്റ്റി റീബൗണ്ട് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. അതിന് മുകളിൽ അതിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈയിടെ നേരിട്ട തിരിച്ചടി നേരിട്ട ദിവസങ്ങളൊരു ഡേ ഹൈഡ് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ്റെ ആ ഒരു റെസിസ്റ്റൻസിന് മുകളിലായിട്ടാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതായത് 50-ഡേ എക്സ്പെൻഷൻ മൂവിങ് ആവറിന്ന് റീബൗണ്ട് ചെയ്തിട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞ ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ എന്തായാലും മാർക്കറ്റ് സെന്റിമെന്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്നൊരു ഘടകം. ഇതൊരു സമാനമായിട്ടൊരു ഡിസംബർ 12 കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിന് സമാനമായിട്ടൊരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയും. 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് പറയുന്നൊരു ഒരു റീബൗണ്ട് ഉണ്ട്. പക്ഷേ അത് ഉയർന്ന നിലവാരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സസ്റ്റെയിൻ ചെയ്യാതെ താഴേക്ക് വരുന്ന പിന്നീട് കണ്ടു. അപ്പം ഇവിടെയും അതേ ഒരു പാറ്റേൺ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഫോളോ ത്രൂ മൂവിന് എന്താണെന്നുള്ളതാണ് ക്രൂഷ്യൽ. ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു തുടർച്ചയായിട്ടുള്ളൊരു നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പുൾ ബാക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട നിലവാരം എന്ന് പറയുന്നത്, ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുന്ന സോൺ 26,050 26,100 ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ളൊരു തൊട്ട് മുന്നത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് 26,050 26,100. അപ്പം 26,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നൊരു നീക്കം അടുത്തേച്ച് ഉണ്ടാകുകയാണെങ്കിൽ 26,300 26,500 പുതിയൊരു ഹൈയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 26,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. മറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും തൊട്ടടുത്ത നിർണായകമായുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 25,800 25,750, അതായത് 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സോൺ 25,800 25,750. അപ്പോൾ അടുത്ത ആഴ്ച സംബന്ധിച്ച് 26,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മുന്നേറ്റത്തിലേക്ക് പോകും. 25,750 ആണെങ്കിൽ വീണ്ടും 25,300 പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ലെവൽ എന്ന് പറയുന്നത് 26,100 25,750 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജുമാണ്. ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമുള്ള റെക്കോർഡ് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം. ഞായറാഴ്ച വീണ്ടും നമുക്ക് കൂടുതൽ അനാലിസിസിനെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. Yeah.